സുന്ദരമായി ജയിക്കേണ്ട ഒരു മത്സരം സൂപ്പർ ഓവറിലേക്കും പിന്നീട് തോൽവിയിലേക്കും രാജസ്ഥാനെ കൊണ്ടെത്തിച്ചത് സൂപ്പർ താരങ്ങൾ തന്നെ. സഞ്ജുവിനെ നിർഭാഗ്യകരമായി പരിക്ക് കൊണ്ടുപോയി തന്നെയാണ് രാജസ്ഥാനെ തിരിച്ചടിയായത്. മനോഹരമായ സ്ട്രോക്ക് പ്ലേ സഞ്ജു കെട്ടഴിച്ചു വിട്ടതിന് പിന്നാലെയാണ് താരം പരിക്കേറ്റ് മാറിയത്. തോൽവിക്ക് കാരണക്കാരൊക്കെയാണ് നമുക്ക് പരിശോധിക്കാം. ആദ്യത്തെ ആൾ മഹീഷ് തീക്ഷ്ണയാണ്. 4 ഓവറിൽ 40 റൺസാണ് തീക്ഷ്ണ വിട്ടുകൊടുത്തത്. ഒരു വിക്കറ്റ് വീഴ്ത്തിയെങ്കിലും തീക്ഷ്ണയുടെ പഴയ വീര്യം നഷ്ടപ്പെട്ടുവെന്ന് വേണം കരുതാൻ. കൂടാതെ ഈ മത്സരം രാജസ്ഥാന് നഷ്ടപ്പെടുത്തിയതിൽ നിർണായകമായ ഒരു റൺ വെറുതെ നൽകിയത് തീക്ഷ്ണയാണ്. ഡൽഹി ഇന്നിംഗ്സിൻ്റെ അവസാന ഓവറിലെ അവസാന പന്തിൽ സ്റ്റബ്സിൻ്റെ സിമ്പിൾ ക്യാച്ച് നിലത്തിട്ട് നിർണായകമായ ഒരു റൺ വിട്ടു നൽകി. ഇതിന് മറുപടിയായി സൂപ്പർ ഓവറിൽ താരത്തെ രാജസ്ഥാൻ ഫീൽഡിൽ ഇറക്കിയില്ല. അടുത്ത താരം റിയാൻ പരാഗാണ്. ഇന്നലെ പരാഗിൻ്റെ തപ്പിത്തടയിൽ രാജസ്ഥാന് തിരിച്ചടിയായി എന്ന് സംശയമില്ല. 11 പന്തിൽ 8 റൺസാണ് സമ്പാദ്യം. സഞ്ജുവും ജയ്സ്വാളും ഡൽഹി ബോളേഴ്സിനെ തലങ്ങും വിലങ്ങും അടിച്ചു പരത്തിയിരുന്ന സമയത്ത് പരാഗിൻ്റെ അമിത പ്രതിരോധം ഡൽഹിയെ മത്സരത്തിലേക്ക് തിരിച്ചെത്തിച്ചു. പോരാതെ ഹിറ്റ്മേറുമായുള്ള ധാരണയില്ലാതെ ഓടി സൂപ്പർ ഓവറിൽ റണ്ണൌട്ടുമായി. അടുത്ത താരം ധ്രുവ് ജുറലാണ്. ജുറൽ ചെറുതായെങ്കിലും ഈ മത്സരം രാജസ്ഥാൻ തോൽക്കാൻ കാരണമായി എന്ന് മത്സരം കണ്ടവർക്കറിയാം. രാജസ്ഥാൻ ജയിക്കാൻ 2 പന്തിൽ 3 റൺസ് എന്ന നിലയിൽ നിൽക്കുമ്പോൾ 2 റൺ ഓടാനുള്ള അവസരം നിഷേധിച്ച് ഹിറ്റ്മേറെ ജുറൽ തിരിച്ചയച്ചിരുന്നു. റണ്ണൌട്ട് ഭയന്നാണ് ജുറൽ ഇങ്ങനെ ചെയ്തത്. എന്നാൽ ത്രോ രാഹുലിന് ലഭിച്ചത് സ്റ്റമ്പിൽ നിന്ന് ഒരുപാട് മാറിയായിരുന്നു. 2ാം റൺ പൂർത്തിയാക്കാൻ ഹിറ്റ്മേറിന് ഈസിയായി കഴിയുമായിരുന്നു. ചെറിയ അശ്രദ്ധ പോലും മത്സരഫലം തീരുമാനിക്കുമെന്ന് ജുറൽ ഇന്നലെ മനസ്സിലാക്കി കാണും. അടുത്ത താരം സന്ദീപ് ശർമ്മയാണ്. 3 ഓവറിൽ വെറും 14 റൺസ് മാത്രം വിട്ടു നൽകിയ സന്ദീപിൻ്റെ 4ാം ഓവറിൽ 4 വൈഡും നോബോളും ഉൾപ്പെടെ 18 റൺസാണ് ഡൽഹി അടിച്ചെടുത്തത്. താരം കുറച്ചുകൂടി ഉത്തരവാദിത്വം കാണിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ മത്സരം രാജസ്ഥാന് ഈസിയായി ജയിക്കാമായിരുന്നു. കൂടാതെ സൂപ്പർ ഓവറിലും ടീം വിശ്വസിച്ച് പന്തേൽപ്പിച്ചിട്ടും 2 ഷോർട്ട് ബോളുകൾ എറിഞ്ഞുകൊടുത്ത് ഡൽഹിക്ക് ഈസിയായി ബൗണ്ടറികൾ നൽകി. സഞ്ജു ഇന്നലെ 19 പന്തിൽ 3 സിക്സും 2 ഫോറും അടക്കം 31 റൺസ് എടുത്ത് നിൽക്കുകയാണ് പരിക്ക് വില്ലനായി എത്തിയത്. ഏതായാലും നിലവിൽ 7 മത്സരങ്ങളിൽ നിന്ന് 4 പോയിന്റുമായി രാജസ്ഥാൻ 8ാം സ്ഥാനത്താണ്. അവസാനം കളിച്ച 3 മത്സരങ്ങളും തോറ്റു. ഇനി ബാക്കിയുള്ള 7 മത്സരങ്ങൾ എല്ലാം തന്നെ നിർണായകമാണ്. മറുവശത്ത് ഡൽഹി ആകട്ടെ 6 മത്സരത്തിൽ 5ഉം ജയിച്ച് 10 പോയിന്റുമായി 1ാം സ്ഥാനത്തുണ്ട്. ഒരു മത്സരം മാത്രമാണ് ഡൽഹി ഈ സീസണിൽ തോറ്റിട്ടുള്ളത്.